മോഹൻ വർഗീസ് കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതാ ഈ കഴിഞ്ഞ മിനിറ്റിൽ പുറത്തു വന്നത്. കേന്ദ്ര സർക്കാർ തന്നെ അത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഒരു ഇറാൻ കപ്പലിന് ഇന്ത്യ അഭയം നൽകി എന്നുള്ളതാണ്. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ മാസം 28-ാം തീയതി ഇറാൻ ഒരു റിക്വസ്റ്റ് ഇട്ടു. അതിന് ഇന്ത്യ മറുപടി നൽകുന്നു. ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. അതിലെ 183 നാവികരും ഈ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിലായി പാർപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം മനസ്സിലാകുന്നു. അതായത് മറ്റൊരു കപ്പൽ ഇതേപോലെ അല്ലെങ്കിൽ കൂടി തന്നെ മറ്റൊരു കപ്പൽ ശ്രീലങ്ക അഭയം നൽകിയിരിക്കുകയാണ് ഇറാന്റെ. അപ്പോൾ ഇതുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അതായത് സംഘർഷവുമായി ബന്ധപ്പെട്ട കപ്പലാണോ എന്നും നമുക്ക് അറിയില്ല. എങ്കിലും ഇന്ത്യൻ നിലപാടിനെ, ഇപ്പോഴത്തെ നിലപാടിനെ ഏത് രീതിയിൽ കാണാം? പ്രാഥമികമായി പറയട്ടെ, ഇന്ത്യൻ നിലപാട് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. കാരണം ആപത്തിൽപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് സഹായം നൽകുക, അതിന് കൂടുതൽ ന്യായീകരണങ്ങളോ കൂടുതൽ വരുമാനങ്ങളോ നോക്കേണ്ട കാര്യമില്ല. ഇതൊരു കപ്പലാണ്, 180-ൽ പരം ജീവനാണ്. അതുകൊണ്ട് ഐറിസ് ലവാൻ എന്ന കപ്പലിന് കൊച്ചിയിൽ ഇന്ത്യ തൽക്കാലത്തേക്കെങ്കിലും അഭയം നൽകി എന്ന് പറയുന്നത് യുദ്ധത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയൊരു ആശ്വാസമാണ്. കാരണം ഭാരതത്തിന് ചില നിയതമായ ചട്ടങ്ങളും നിലപാടുകളും ഉണ്ടാകേണ്ടതാണ്. പലപ്പോഴും മറ്റൊരു കപ്പലിന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. 2 ദിവസം മുൻപ് ശ്രീലങ്ക തീരത്തിന് 40 നോട്ടിക്കൽ മൈൽ അകലെ വലിയ വിപത്തിൽപ്പെട്ട ഒരു കപ്പൽ മുങ്ങി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. കാര്യമായി ഒന്നും ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചതുമില്ല. ഇവിടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഈ കപ്പൽ യുദ്ധത്തിൽ പങ്കെടുത്ത് വരുന്ന കപ്പലൊന്നുമല്ല. അതുകൊണ്ട് സമാധാനകാലമായി യുദ്ധമേഖലയ്ക്ക് വെളിയിൽ കൂടെ പോകുന്ന ജലയാനങ്ങൾ, സമാധാനമായി നീങ്ങുന്ന യാനങ്ങൾ ഒരു ആപത്തിൽപ്പെട്ടാൽ, ഒരു ദുരന്തത്തിൽപ്പെട്ടാൽ ന്യായമായും അഭയം നൽകുക എന്നത് ഇത് ഒരു മനുഷ്യത്വത്തിന്റെ വിഷയമാണ്. അത് ഭാരതം കാട്ടിയിരിക്കുന്നു. നോക്കൂ, ഇവിടെ ഭാരതം കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യ നേരിടുന്ന വലിയൊരു ഡിപ്ലോമാറ്റിക് പ്രഹേളികയുണ്ട്. അമേരിക്ക നിരന്തരം നടത്തുന്ന പ്രസ്താവന സാഹിത്യം, ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്, ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് വലിയ അലോസരമാണ്. ഇന്ത്യ എന്തുകൊണ്ട് ഒരു നിലപാടെടുക്കുന്നില്ല? കപ്പലിന്റെ വിഷയത്തിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിലും എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടെടുക്കാൻ, അത് പ്രഖ്യാപിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. യുദ്ധത്തിൽ ഉള്ള രാജ്യമാണ്. ആ രാജ്യത്തിന്റെ കപ്പൽ ഏത് തരം കപ്പലാണെന്ന് നോക്കാതെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ തീരത്ത് കൊച്ചി കടൽ, കേരളത്തിന്റെ അതിഥിയായി ആ കപ്പൽ എത്തിയിരിക്കുന്നു. അത് തീർച്ചയായും അതൊരു നിലപാടാണ്, തീരുമാനമാണ്, സ്വാഗതാർഹം. നന്ദി ശ്രീ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആ രീതിയിൽ ഇന്ത്യൻ നിലപാടിനെ ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായ നിലപാട് ഇന്ത്യ ഈ ഘട്ടത്തിൽ പറയുന്നു. അത് യുദ്ധം സാഹചര്യമാണോ എന്ന് നോക്കാതെ മനുഷ്യത്വപരമായുള്ള നിലപാട് ഇന്ത്യ എടുത്തു എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.